എല്ലാവരും സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഗൂഗിൾ പേയിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് പെട്ടെന്ന് കണക്റ്റ് ആകാത്തൊരു പ്രശ്നം വരാറുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്റ്റ് ആകാത്ത പ്രശ്നം വരാറുണ്ട്. ചിലപ്പോൾ വൈഫൈ കണക്റ്റ് ആകാത്ത പ്രശ്നം വരാറുണ്ട്. അത് ആക്സസ് ചെയ്യാൻ വേണ്ടി കുറേ സമയമെടുക്കും. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല റേഞ്ചുള്ള സ്ഥലമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഇൻ്റർനെറ്റ് പെട്ടെന്ന് കണക്റ്റ് ആകാൻ പ്രയാസപ്പെടും. അതുപോലെ ബ്ലൂടൂത്ത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, വൈഫൈ ആണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ പ്രശ്നം സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ചെറിയൊരു സെറ്റിങ്സ് അത് നിങ്ങളൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഇൻ്റർനെറ്റും വൈഫൈയും ബ്ലൂടൂത്തും ഒക്കെ നല്ല സ്പീഡ് വർക്ക് ചെയ്യും. മാത്രമല്ല വൈഫൈ ഒക്കെ പെട്ടെന്ന് കണക്റ്റ് ആകുകയും ബ്ലൂടൂത്തൊക്കെ ഹെഡ്സെറ്റൊക്കെ പെട്ടെന്ന് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ആ ഒരു സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്യുക എന്നുള്ളത് നോക്കുക. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡൊക്കെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. കാരണം നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒന്ന് റീഫ്രഷ് ആയി വരും, നിങ്ങളുടെ പാസ്വേഡ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാസ്വേഡ് നിങ്ങൾക്ക് പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കണം. പക്ഷേ 90% നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പല മൊബൈലിനും വ്യത്യസ്തമായിട്ടുള്ള സെറ്റിങ്സുകളായിരിക്കും. നിങ്ങളിതിനകത്ത് അഡീഷണൽ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ആ അഡീഷണൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ ഏറ്റവും അവസാനത്തിൽ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് റീസെറ്റ് ഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ഏറ്റവും മുകളിൽ റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനും, രണ്ടാമത്തെ റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനും, മൂന്നാമത്തെ എറേസ് ഓൾ ഡാറ്റ എന്നുള്ള സെറ്റിങ്സും. ഈ മൂന്നാമത്തെ സെറ്റിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. വീഡിയോ ശരിക്കും മുഴുവനായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. എന്നിട്ടാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സിലൊക്കെ ചെയ്യേണ്ടത്. ഈ മൂന്നാമത്തെ സെറ്റിങ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റയൊക്കെ നഷ്ടപ്പെടും. നമ്മളത് മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ചെയ്യരുത്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്നുള്ള ഏറ്റവും മുകളിലുള്ള ഈ സെറ്റിങ്സാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇതുപോലെ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. ഇവിടെ റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. ഫിംഗർ ലോക്കുള്ള ആളുകളാണെങ്കിൽ ഫിംഗർ ലോക്ക് ചോദിക്കും. അത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്നുള്ളത്. ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങൾ വായിച്ച് നോക്കുക. വൈഫൈ, ബ്ലൂടൂത്ത്, മൊബൈൽ നെറ്റ്വർക്കൊക്കെ ഒന്ന് റീസെറ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് റീഫ്രഷ് ആക്കി തരും. അതായത് വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും ഹെഡ്സെറ്റ് വൈഫൈ ഒക്കെ ഒന്ന് റീസെറ്റാക്കി തരികയും നിങ്ങളുടെ വൈഫൈയും ഇൻ്റർനെറ്റും ബ്ലൂടൂത്തൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് കണക്റ്റ് ആകാനുള്ള പ്രയാസമൊക്കെ ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് റീസെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വൈഫൈയിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. 90% നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഈ ഇൻ്റർനെറ്റ് ആക്സസ് നിങ്ങൾക്ക് വളരെ സ്പീഡിൽ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.